ഉച്ചയ്ക്ക് 2:50 കൂടി ആരംഭിച്ച പരിശോധന രാത്രി 10:50 കൂടിയാണ് അവസാനിച്ചത്. 8 മണിക്കൂറിലധികം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തന്ത്രി രാജീവര് കണ്ഠരരുടെ ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിലുണ്ടായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നു മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ ഇതിന് സമീപത്തുള്ള ബാങ്കിൻ്റെ അപ്രൈസറിനെയും ഒപ്പം തന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരനെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ആ തന്ത്രിയുടെ കൈവശം പണ്ട് ആദ്യത്തെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രിയുടെ പക്കലുണ്ടായിരുന്നു. അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നൽകിയിട്ടുണ്ടാകാം. അത് പരിശോധനയ്ക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഏതെങ്കിലും സ്വർണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഇത്തരത്തിൽ ഒരു സ്വർണ്ണപ്പണിക്കാരനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പലപ്പോഴും പല കാര്യങ്ങളും മാധ്യമങ്ങളോട് പങ്കുവെക്കാറില്ല. ഏതായാലും അന്വേഷണം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെത്തിയ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലെത്തിയ അന്വേഷണ സംഘം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നില്ല. കാരണം സാധാരണഗതിയിൽ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികളുടെ വീടുകളിൽ നിന്ന് എന്തെങ്കിലും അന്വേഷണ സംഘം എടുത്തുകൊണ്ട് പോയാൽ പ്രാദേശികമായി ഉള്ള ജനപ്രതിനിധിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെയോ ഇവിടെ വിളിച്ചു വരുത്തി അതിനൊരു സാക്ഷ്യം വഹിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘമായതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൂടുതൽ അധികാര പരിധിയുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന അന്വേഷണം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. തന്ത്രിയുടെ ബന്ധുക്കളോട് പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചാണ് ചോദിച്ചറിഞ്ഞതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SITയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായി തന്ത്രിയെ കാണാൻ വരാറുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചറിഞ്ഞതെന്ന് മാത്രമല്ല, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ ഈ വീട്ടിൽ നടത്തിയ പരിശോധന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുക ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോഴായിരിക്കും.